ഹലോ, അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ കുറേ ചെറിയ ഞണ്ടിനെയും മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ചെറുതാണ്, പിന്നെ കുറച്ചൊക്കെ അത്യാവശ്യം മീഡിയം വലുപ്പമായിരുന്നു കേട്ടോ. പിന്നെ കയ്യും കലൊക്കെ കെട്ടിയിട്ടാണ് കടയായിരുന്നു. പാവം ഞണ്ട്, ജീവനുള്ള ഞണ്ടായതുകൊണ്ട് എനിക്ക് തന്നെ തൊടാൻ പേടിയായിരുന്നു. പിന്നെ ചേട്ടൻ തന്നെ അതിൻ്റെ കാലൊക്കെ ഇതേപോലെ അടത്തി ഇങ്ങനെയൊക്കെ തന്നു. അതൊന്നും പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇനി എന്നാലും ഇതിന് ജീവനുണ്ട് കേട്ടോ. പിന്നെ അതിനെ പല്ലേപ്പിച്ച് കുളിപ്പിച്ച് ഇതേ സുന്ദര കുട്ടപ്പന്മാരാക്കി ഇനി ഞങ്ങൾ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഗൈസ്. അങ്ങനെ കുളിപ്പിച്ച് സുന്ദരമണികളാക്കി ഞണ്ടിന് നമ്മളിനി കറി വെക്കാൻ പോകണം. അതിനായിട്ട് ഇതേ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. സാധാരണ ഇവിടെ വറ്റിച്ചിട്ടാണ് വെക്കാറ്, നോർമലി അങ്ങനെയാണ് എപ്പോഴും വെക്കാറ്. അപ്പം ഞാനിന്ന് വിചാരിച്ചു കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഇത് എല്ലാം കൂടി വഴറ്റിയിട്ട് അതിലോട്ടിട്ട് അങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതും കൂടി നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടി നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ അങ്ങാടെ ഇടാം. ഇനി അതങ്ങാടെ ഇളക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. പിന്നെ കുറച്ചല്ല, ആവശ്യത്തിന് അങ്ങോട്ട് ഉപ്പും കൂടി ഇട്ടു. അങ്ങനെ അതൊക്കെ ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇനി നല്ല രീതിയിൽ അടച്ചിട്ട് ഇതേപോലെ വേവിക്കണം. ലാസ്റ്റ് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും അങ്ങോട്ട് ഇട്ട് അപ്പം നമ്മൾ കറി റെഡിയായി മക്കളെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ സവാളയും ഇതെല്ലാം നല്ല വെന്തുടഞ്ഞു. പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന മല്ലിച്ചീരയും കൂടി അതങ്ങാടി ഞാൻ പൊട്ടിച്ച് ഇതിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടു. അപ്പോൾ സംഭവം പൊളിയായിരുന്നു. പിന്നെ ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്നല്ല, 2 കറിയല്ല 10 കറിയായാലും വേണ്ട. കാരണം ഇത് ഒരെണ്ണം മതി ഒരു പറച്ചോറുണ്ണാനായിട്ട്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.